തിരുവനന്തപുരം മേയറായി വി രാജേഷ് ചുമതലയേൽക്കുന്നതിന് തൊട്ടുമുമ്പ് മാധ്യമങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത ആയിരുന്നു വി രാജേഷ് മുഖ്യമന്ത്രിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി ആശംസകൾ അറിയിച്ചു എന്നുമുള്ളത്. അത് വി രാജേഷ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. താൻ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി മേയർ ആയി ചുമതലയേൽക്കാൻ പോകുന്നു എന്നതിൽ ആശംസകൾ അറിയിക്കുകയും ചെയ്തു എന്നത്. തീർച്ചയായും അങ്ങനെയാണ് ഒരു ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ തൊട്ടു പിന്നാലെ ആയിരുന്നു നമ്മൾ ഈ വട്ടിയൂർക്കാവിലെ MLA യുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തിരികൊളുത്തിയത് എന്നത് ശ്രദ്ധിച്ചു. ഒപ്പം ഇതാ ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന് കീഴിൽ ഒക്കെയുള്ള കെട്ടിടങ്ങൾ ആരുടെ പ്രവർത്തനത്തിൽ ആണ് മുന്നോട്ട് പോകുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ വാടക കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് അനുകൂലമായി മാറേണ്ട ഘടകങ്ങളെ അവിടെ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഒന്നാണ് KSRTCക്ക് ഇപ്പോൾ മേയറുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നത് അത് എന്ത് എന്ന് കൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം. അതായത് KSRTC നമുക്കറിയാം എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒന്നാണ്. KSRTC പ്രവർത്തന നഷ്ടം കൊണ്ട് പിന്നീട് ചില സീസണുകളിൽ ലാഭത്തിലെത്തുന്ന സാഹചര്യത്തിലൊക്കെ അത് വാർത്തകളിൽ നിറയുന്നു. പലപ്പോഴും പെൻഷനും ശമ്പളവും ഒക്കെ മുടങ്ങുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം നിവാസികൾക്ക് കൃത്യമായി ബോധ്യം ഉള്ള ഒന്നാണ്. അവരുടെ ഗതാഗത സംവിധാനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദം ആകുന്നത് KSRTC സർവീസുകളാണ്. കേരളത്തിലുടനീളം ദീർഘദൂര സർവീസുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നഗര കേന്ദ്രീകൃതമായി ഏറ്റവും അധികം KSRTC ബസ്സുകൾ പ്രയോജനപ്പെടുത്തുന്നത് തിരുവനന്തപുരം നഗരമാണ് എന്നത് നമുക്ക് അറിയാം. അവിടെ ഇതാ KSRTCയിലും ചില നിയന്ത്രണങ്ങൾക്ക് ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഓടേണ്ട സർവീസ് നടത്തേണ്ട ബസ്സുകൾ അവിടെ തന്നെ സർവീസ് നടത്തണം എന്ന ആവശ്യം ഗതാഗത മന്ത്രിയോട് ഇപ്പോൾ കോർപ്പറേഷൻ ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഈ ബസ്സുകൾ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് ഈ കോർപ്പറേഷനാണ് KSRTCക്ക് വാങ്ങി നൽകിയിട്ടുള്ള ബസ്സുകൾ അത് നഗരപരിധിയിൽ സർവീസ് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ നൽകിയിട്ടുള്ളത്. ഈ നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം. അപ്പോൾ നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരസഭാ പരിധിയിൽ തന്നെ സർവീസ് നടത്തണം. നഗരത്തിന് പുറത്ത് സർവീസ് നടത്തുന്നത് അനുവദിക്കാനാകില്ല എന്നതാണ് ഇപ്പോൾ പുതിയ ഭരണസമിതിയുടെ നിലപാടായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നഗരത്തിലെ ഈ ബസ്സുകളെ തിരിച്ചു പിടിക്കാനുള്ള കർശന നടപടികൾ ഉടൻ സ്വീകരിക്കും എന്നാണ് മാധ്യമങ്ങളോട് മേയർ വി രാജേഷ് പറഞ്ഞിട്ടുള്ളത്. കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായാണ് KSRTC ഇത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വി രാജേഷ് പറയുന്നു. അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നു. ഇതാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിലേക്ക് എത്തിയത് എന്നതാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ അവകാശവാദം. അത് ശക്തിപ്പെടുത്തുന്നതിന് പകരം ഈ ബസ്സുകൾ പുറത്ത് സർവീസ് നടത്തുമ്പോൾ നഗരങ്ങളിലെ ഗതാഗത സർവീസുകൾ ദുർബലപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഭരണസമിതി പറയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഹരിത നഗരം എന്ന നിലയിൽ കേരളത്തിൽ കൂടുതൽ നേരത്തെ ന്യൂസ് 18 തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തും ചില നഗരങ്ങളിൽ ചില സമയങ്ങളിലെങ്കിലും അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ന്യൂസ് 10 വാർത്ത പങ്കുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഡൽഹി നഗരം എന്നത് ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങേയറ്റം രൂക്ഷമായ ശ്വസനയോഗ്യമല്ലാത്ത വായുവാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉള്ളത്. അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നത് പ്രേക്ഷകർ ഓർക്കേണ്ടതാണ്. അതായത് കൃത്യമായി നിയന്ത്രണങ്ങൾ പാലിക്കാതെ വാഹനങ്ങൾ ഉപയോഗിച്ചതിൻ്റെയൊക്കെ ഒരു തിക്തഫലം കൂടിയാണിത്. ഡൽഹിയിൽ 15 വർഷമൊക്കെ കഴിഞ്ഞ വാഹനങ്ങൾക്ക് വലിയ നിയന്ത്രണം ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹരിത നഗരം എന്ന ആശയം കൂടി നടപ്പിലാക്കുക, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ബസ്സുകൾ നൽകിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ഭരണസമിതി പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ്റെ സഹായത്തോടെയാണ് ഈ ബസ്സുകൾ വാങ്ങിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പറയുന്നത്. അത് പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഓഫീസുകൾ, ആശുപത്രികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ആണ് ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് എന്നതാണ്. അങ്ങനെയാണ് ഈ സർവീസ് ആരംഭിച്ചത്. അതുമാത്രവുമല്ല 10 രൂപ നിരക്കിൽ
ആയിരുന്നു ഈ ബസ് സർവീസ് ആരംഭിച്ചത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒപ്പം 113 ഇലക്ട്രിക് ബസ്സുകൾ ആണ് സിറ്റി സർക്കുലറിൽ മാത്രം ഉണ്ടായിരുന്നത് എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ ഭരണസമിതി പറയുന്നത്. ഈ ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്തണം എന്നതാണ് KSRTCയുടെ കോർപ്പറേഷനും ആയുള്ള കരാർ. ആ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ KSRTC പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരാർ ലംഘിച്ചുകൊണ്ട് ബസ്സുകൾ നഗരത്തിന് പുറത്ത് സർവീസ് ആരംഭിച്ചത് എന്നുകൂടി ഇപ്പോൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ അധികൃതർ പറയുകയാണ്. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനായിരുന്നു സിറ്റി സർക്കുലർ ബസ്സുകൾ എന്ന ആശയം KSRTC തകർത്തത് എന്ന ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. നഗരത്തിലെ ഗതാഗത ആവശ്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള റൂട്ടുകളിൽ ആണ് സിറ്റി സർവീസ് നടത്തേണ്ടത്. അത് പുനരാരംഭിക്കുക തന്നെ വേണം. ആ സർവീസുകൾ ഇവിടെ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. ഈ സിറ്റി വിട്ട് നെടുമങ്ങാട്, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന് പറയുകയാണ്. തലസ്ഥാന നഗരിയിലെ വീതി കുറഞ്ഞ ഇടറോഡുകൾക്ക് അനുയോജ്യമായ ചെറിയ ഈ ബസ്സുകൾ ആണ് ഉള്ളത്. അതിലൂടെയാണ് ഈ വീതി കുറഞ്ഞ നഗരപ്രദേശങ്ങളിലൂടെ ഇടവഴികളിലൂടെ തന്നെയാണ് സർവീസ് നടത്തേണ്ടത് എന്ന് ഇപ്പോൾ ഭരണസമിതി പറയുന്നു. നഗരത്തിന് പുറത്തേക്ക് യാത്ര തുടങ്ങിയതോടെ പേര് മാറ്റി ഈ ബസ്സുകളുടെ സർവീസ് നിരക്ക്, അതായത് 10 രൂപ ടിക്കറ്റ് നിരക്കിൽ പോകേണ്ട ബസ്സുകളുടെ സർവീസ് നിരക്കുകൾ ഉയർത്തുകയും ചെയ്തു എന്ന ആക്ഷേപം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ ബസ്സുകളെ സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ KSRTC അവതരിപ്പിച്ചു എന്ന ആക്ഷേപമുണ്ട്. നിരക്ക് കൂട്ടാനുള്ള മറ്റൊരു തന്ത്രം ആയിരുന്നു ഈ സിറ്റി ഫാസ്റ്റ് എന്ന പേര് എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഈ ബസ്സുകളുടെ പ്രവർത്തന ചെലവ് കുറവായതിനാലാണ് യാത്രാ നിരക്ക് കുറച്ചുകൊണ്ട് സേവനം ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് എന്നുകൂടി ഭരണസമിതി പറയുകയാണ്. റൂട്ട് മാറി ഓടുന്ന സിറ്റി ബസ്സുകൾ ഇല്ലാതായതോടെ ഈ ബസ്സുകളെ മാത്രം ആശ്രയിച്ചിരുന്നവരുടെ കാര്യം പരുങ്ങലിലായി, പ്രത്യേകിച്ച് പ്രായമായവരുടേത് എന്നുകൂടിയാണ് ഭരണസമിതി പറയുന്നത്. അപ്പോൾ കൃത്യമായി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ ഏറിയതിനു ശേഷം ഓരോ വിഷയങ്ങളിലും അവർ ഇടപെട്ടു തുടങ്ങുന്നു എന്നത് മാത്രവുമല്ല, സർക്കാരുമായി തന്നെ ഒരു ഏറ്റുമുട്ടലിന് കൂടിയാണ് തുടക്കം കുറിക്കുന്നത് എന്നും പറയാം. KSRTC നഷ്ടത്തിലാണ്, അതിന് പരിഹാരം കണ്ടെത്തുക എന്ന നിലയിലാണ് ഇത്തരം പരിഷ്കരണങ്ങൾ എന്നൊക്കെയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. എങ്കിലും തിരുവനന്തപുരം നഗരത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ബസ്സുകൾ ആ നഗരത്തിൽ തന്നെ ഓടണമെന്നും അതിന് നഷ്ടത്തിന്റെ കണക്ക് നിരത്തിക്കൊണ്ട് നഗരവാസികളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ആവശ്യവും ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഇനി ന്യൂസ് ടെൻസിൽ മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. അത് സംസ്ഥാനത്തിന് പുറത്തുള്ള വിഷയം ആണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് ആണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തിയ വിഷയത്തിൽ കേരളത്തിലും വിവാദം ഒഴുക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇടപെട്ടിരുന്നു. കർണാടകയിൽ ചില ഇടപെടലുകൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായി വന്നത്?